ഗുഡ് മോർണിംഗ്. എന്റെ മലയാളം പെർഫെക്റ്റ് ഒന്നും അല്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ആരോഗ്യപരമായ അറിവുകൾ ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് മലയാള ഭാഷ തന്നെയാണ്. നമ്മുടെ മലയാളം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രൈജെമിനൽ ന്യൂറാൽജിയ എന്ന രോഗത്തെയും അത് സംബന്ധിച്ച ചികിത്സയും കുറിച്ചാണ്. ഒരു കാര്യം ഉറപ്പ്. നമ്മുടെ നാട്ടിൽ ഏറെ പേരും കേൾക്കാത്ത ഒരു അസുഖമാണിത്. എന്നാൽ നിങ്ങൾ അറിയണം, ലോകത്തിലെ പല പ്രശസ്തരുടെയും ജീവിതത്തിൽ ഉണ്ടായതും മാറ്റിമറിച്ചതുമായ രോഗമാണ് ട്രൈജെമിനൽ ന്യൂറാൽജിയ. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും കഠിനമായ വേദനയാണ് ട്രൈജെമിനൽ ന്യൂറാൽജിയ മൂലമുണ്ടാകുന്നത്. ബോളിവുഡിലെ പ്രശസ്ത നടൻ സൽമാൻ ഖാൻ ഈ അസുഖത്തിന്റെ അറിയപ്പെടുന്ന ഒരു ഇരയാണ്. ഇന്ത്യയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആക്ഷൻ സീനുകൾ എടുക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആദ്യം ആ വേദന അനുഭവപ്പെട്ടത്. മെല്ലെ മെല്ലെ പ്രാഥമികമായ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ വയ്യാതായി. അസഹനീയമായ വേദന. ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഭക്ഷണം ചവയ്ക്കുമ്പോൾ പോലും കഠിനമായ വേദന. ചെവിക്കു പിന്നിൽ നിന്ന് പല്ലുകൾക്കും മോണയ്ക്കുമിടയിലൂടെ വേദന അരിച്ചു കയറും. മുഖത്ത് ഒരു വശത്ത് കാറ്റടിച്ചാൽ പോലും വേദനയിൽ പുളയുന്ന അവസ്ഥയിലായി സൽമാൻ ഖാൻ. അങ്ങനെയാണ് വിദഗ്ധ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയത്. ആത്മഹത്യാരോഗം എന്ന പേരിൽ കുപ്രസിദ്ധമായ രോഗം ട്രൈജെമിനൽ ന്യൂറാൽജിയ ആണ് സൽമാൻ ഖാൻ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. കഠിനമായ വേദന കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ഭേദമെന്ന് മനുഷ്യനെ തോന്നിപ്പിക്കുന്ന അപൂർവ രോഗം. ഇത് സൽമാന്റെ മാത്രം കഥയല്ല, ലോകത്തിലെ പല പ്രശസ്തരുടെയും ജീവിതം മാറ്റിമറിച്ച രോഗമാണ് ട്രൈജെമിനൽ ന്യൂറാൽജിയ. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും കഠിനമായ വേദനയാണ് ട്രൈജെമിനൽ ന്യൂറാൽജിയ മൂലമുണ്ടാകുന്നത്. നോർവീജിയൻ ചിത്രകാരൻ എഡ്വാർഡ് മഞ്ചിന്റെ ദി സ്ക്രീം എന്ന വിശ്വവിഖ്യാതമായ പെയിന്റിംഗാണ് അതികഠിനമായ ഈ വേദനയുടെ പ്രതീകമായി ചിത്രീകരിക്കാറുള്ളത്. സായന്തനച്ചോപ്പ് പടർന്ന ചക്രവാളത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീതിതനായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ദ സ്ക്രീം. ലോകത്ത് 2000 പേരിൽ ഒരാൾക്ക് എന്ന തോതിലാണ് ഈ രോഗം കാണപ്പെടുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. തലച്ചോറിലെ 5ാമത്തെ പ്രധാന നാഡിയായ ട്രൈജെമിനൽ നാഡിയെ ആണ് രോഗം പ്രധാനമായും ബാധിക്കുന്നത്. രോഗത്തെ തുടർന്നുണ്ടാകുന്ന വേദന പല്ലുവേദനയാണെന്ന് ആദ്യം തെറ്റിദ്ധരിക്കും. വേദന അസഹനീയമാകുമ്പോൾ ഏതെങ്കിലും ദന്തൽ ക്ലിനിക്കിൽ സമീപിക്കും. അഥവാ ഏതെങ്കിലും പല്ലുകൾ കേടായത് ഉണ്ടെങ്കിൽ അതാണ് വേദനയ്ക്ക് കാരണമെന്ന് കണ്ട് ചിലപ്പോൾ പല്ലുകൾ പറിച്ചുമാറ്റിയെന്നും വരും. എന്നാൽ പല്ലുകൾ ഒന്നൊന്നായി നീക്കം ചെയ്തിട്ടും വേദന കുറയാതെ വരുമ്പോഴാണ് മറ്റ് കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. മാനസിക പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ച് സൈക്യാട്രിസ്റ്റിനെയും സമീപിച്ചെന്നു വരാം. എന്നിട്ടും വേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ തടസ്സം. ട്രൈജെമിനൽ നാഡി 5ാമത്തെ തലയോട്ടി നാഡിയും തലയോട്ടിയിലെ ഏറ്റവും വലിയ നാഡിയുമാണ്. ട്രൈജെമിനൽ നാഡി ഏറ്റവും വലിയ തലയോട്ടി നാഡിയാണ്. ഇത് മുഖത്തിന്റെ സെൻസറി കണ്ടുപിടുത്തവും മാസ്റ്റിക്കേഷൻ പേശികൾക്ക് മോട്ടോർ പ്രേരണകളും നൽകുന്നു. ഈ നാഡി നടത്തുന്ന സെൻസറി വിവരങ്ങളിൽ സ്പർശനം, വേദന, താപനില എന്നിവ ഉൾപ്പെടുന്നു. ട്രൈജെമിനൽ നാഡി ശരീരഘടനയെക്കുറിച്ചുള്ള അഗാധമായ ധാരണ രോഗനിർണയം, ചികിത്സ ആസൂത്രണം, രോഗികളുടെ വിദ്യാഭ്യാസം, സങ്കീർണതകൾ തടയൽ എന്നിവയെ നയിക്കുന്നു. മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ വൈകിയാണ് ട്രൈജെമിനൽ ന്യൂറാൽജിയ തിരിച്ചറിയപ്പെടുന്നത്. വേദനയുടെ സ്വഭാവത്തിൽ നിന്നുമാണ് രോഗം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് ഒരു സാധാരണ വ്യക്തിക്ക് എളുപ്പം മനസ്സിലാവുകയുമില്ല. മുഖത്തിന്റെ ഒരു വശത്തോ ഇരുവശങ്ങളിലോ സെക്കൻഡുകൾക്കുള്ളിൽ വന്നുപോകുന്നതോ തുടർച്ചയായി മണിക്കൂറുകൾ തുടരുകയോ ആയ വേദന ആയിരിക്കും ആരംഭത്തിൽ.
ഭക്ഷണം ചവയ്ക്കുമ്പോഴോ പല്ലു തേയ്ക്കുമ്പോഴോ പോലും ഇത് പ്രത്യക്ഷപ്പെടാം. ട്രൈജെമിനൽ നാഡിയാണ് മുഖത്തെ സ്പർശനത്തെയും ചൂടിനെയും തണുപ്പിനെയുമൊക്കെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് എന്നതുകൊണ്ട് ഈ നാഡികൾക്ക് വരുന്ന ചെറിയ സമ്മർദ്ദം പോലും ശക്തിയായ വേദനയ്ക്ക് കാരണമാകാം. തലച്ചോറിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ രക്തക്കുഴലുകൾക്കിടയിൽപ്പെട്ട് ഈ നാഡി ഞെരുങ്ങിപ്പോകുന്നതാണ് വേദനയുടെ ഒരു പ്രധാന കാരണം. ചിലപ്പോൾ തലച്ചോറിലുണ്ടാകുന്ന മുഴകളോ ക്ഷതങ്ങളോ ഒക്കെ ഈ നാഡികളുടെ ഞെരുക്കത്തിന് കാരണമാകുന്നുണ്ട്. ഇതിനർത്ഥം പല്ല് വേദനയോ ആർക്കും ഉണ്ടാകുന്ന ചെന്നിക്കുത്തോ ട്രൈജെമിനൽ ന്യൂറാൾജിയ ആണ് കരുതി പേടിക്കണം എന്നല്ല. സ്വയം ചികിത്സിക്കേണ്ട കാര്യമല്ല ഒരു അസുഖവും. അതിനാണ് ആരോഗ്യ വിദഗ്ധർ. ഞാൻ സൂചിപ്പിച്ച പോലെ നാഡീ ശരീരഘടനയെക്കുറിച്ചുള്ള അഗാധമായ ധാരണ രോഗനിർണയം സാധ്യമാകുന്നത്. ശരിയായ രോഗനിർണയം നന്നായി ചികിത്സ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്നു. പഴകുന്തോറും രോഗവിമുക്തിയുടെ സാധ്യതകളും കുറഞ്ഞുവരുന്നു. രോഗം തുടക്കത്തിൽ തിരിച്ചറിയുന്ന രോഗികളിൽ പലരും മരുന്നുകളോട് പ്രതികരിക്കാറുണ്ട്. കാർബാമാസെപിൻ പോലുള്ള ഗുളികകൾ രോഗശമനത്തിനായി ഉപയോഗിക്കുന്നു. കാർബാമാസെപിൻ എപിലെപ്സി പോലുള്ള അസുഖങ്ങൾക്കും നൽകാറുണ്ട്. അനുയോജ്യമായ മരുന്നുകൾ നൽകുക എന്നത് നിങ്ങളുടെ ഡോക്ടർ ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹം മാത്രം ചെയ്യേണ്ടതാണ്. രോഗി ചെയ്യേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു മാത്രം പ്രവർത്തിക്കുക എന്നതാണ്. മരുന്നുകളോട് പ്രതികരിക്കാത്ത രോഗികൾക്ക് ശസ്ത്രക്രിയയുടെ ആവശ്യം വേണ്ടിവരും. റേഡിയേഷൻ, മൈക്രോവാസ്കുലാർ ഡികംപ്രഷൻ തുടങ്ങിയ ചികിത്സാമാർഗങ്ങൾ രോഗപരിഹാരത്തിന് സഹായിക്കുന്നു. നാഡികളുടെ ഉദ്ഭവസ്ഥാനത്ത് സൂചികയറ്റി കരിച്ചുകളയുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സ ഫലപ്രദമാണ്. മരുന്നുകളും മറ്റും കുത്തിവയ്ക്കുകയോ ബലൂണുപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കി വേദനയ്ക്ക് കാരണമായ നാഡീകോശങ്ങളെ നശിപ്പിച്ചും ചികിത്സകളുണ്ട്. തീക്ഷ്ണമായ വേദന അനുഭവപ്പെടുന്ന ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ചികിത്സ ഇന്ന് നമ്മുടെ നാട്ടിലും ലഭിക്കും. പരിശീലനം നേടിയ ഒരു ന്യൂറോസർജന്റെ സേവനം അതിനായി ഉപയോഗപ്പെടുത്താവുന്നതേയുള്ളൂ. ശരിയായ രോഗനിർണയത്തിലൂടെയും വേദന സഹിക്കാനാവാതെ ജീവിതം അവസാനിപ്പിക്കാൻ തുനിയുന്നവരെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കും. പലർക്കും ഉള്ള മിഥ്യാധാരണ പോലെ എല്ലാ ഡോക്ടർമാരും ചൂഷകരൊന്നുമല്ല. നിങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി സഹായിക്കാൻ സന്നദ്ധരാണ് ഓരോരുത്തരും. വീണ്ടും വേറെ ഒരു വിഷയവുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു.